നമ്മുടെ മാങ്ങയൊക്കെ ഇങ്ങനെ സ്വന്തം മാങ്ങയൊക്കെ പറിച്ച് ഇങ്ങനെ താഴെ ഇട്ട് പെറുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇതെന്തൊരു സന്തോഷമല്ലേ. വേറൊന്നിനുമല്ല, ഉപ്പിലിടാനായിട്ട് പറിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വേറൊരു സൂത്രം കൂടെ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, മാങ്ങയുടെ ഒപ്പം തന്നെ ഒരു സൂത്രം വീണ് കിടക്കുന്നുണ്ടോ? ഇതെന്നാന്ന് മനസ്സിലായോ? ഒന്നുകൂടെ കാണിച്ചു തരാം. കണ്ടോ, കണ്ടാൽ മാങ്ങയാന്ന് തന്നെ തോന്നും, പക്ഷേ ഇത് മാങ്ങയല്ല കേട്ടോ. ഇത് കണ്ടോ, അതുണ്ടായി കിടക്കുന്നത് ഇതാണ് ഉതളങ്ങ. കഴിച്ചാൽ മരിച്ചു പോകുന്ന സാധനമാണ് ഈ ഉതളങ്ങ എന്ന് പറയുന്നത്. ആവശ്യത്തിനും കൂടുതലുണ്ടായിട്ടുണ്ട് കേട്ടോ. മാങ്ങയുടെ അധികം അതിനേക്കാളും കൂടുതൽ വലിപ്പമുണ്ട്. കണ്ടോ, ആ സാധനമാണ് ഈ വീണ് കിടക്കുന്നത് കണ്ടോ. തൊട്ട് ചേർന്ന് മാങ്ങയും ഉണ്ട് കേട്ടോ. ഇത് മാങ്ങയാണ് കണ്ടോ, ഇത് ഉതളങ്ങ കണ്ടോ. മാങ്ങ പോലെ തന്നെയല്ലേ ഇരിക്കുന്നത് ഉതളങ്ങ. മുഴുത്ത മാങ്ങയാണെന്നേ തോന്നുള്ളൂ. നമ്മുടെ മാങ്ങ നമുക്ക് പെറുക്കിയെടുക്കാം. നമ്മളിങ്ങനെ കൊട്ടക്കകത്തൊക്കെ പെറുക്കി ഇങ്ങനെ കൊണ്ടുവന്ന് കൂട്ടിയിടുന്ന കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സന്തോഷമല്ലേ. കണ്ടോ, അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര ഉപ്പിലിടാനുള്ള മാങ്ങ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പറിക്കാനുണ്ട്, പക്ഷെ നമ്മൾ ഇതുകൊണ്ട് നിർത്തുവാണ്. ബാക്കി അവിടെ കിടക്കട്ടെ എന്ന് ഓർത്തു. ഇനിയുണ്ട് ഒത്തിരി പറിക്കാനായിട്ട്. ഇത് ചെറിയ മാങ്ങയാണേലും മൂത്ത മാങ്ങയാണ് കേട്ടോ. നല്ല പുളിഞ്ച മാങ്ങയാണ്, ഉപ്പിലിടാൻ പറ്റിയ മാങ്ങയാണ്.